പാലക്കാടൻ കാറ്റ് എങ്ങോട്ടായിരിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ കാറ്റ് എങ്ങോട്ട് വീശുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും പല ആളുകളെ രാജിവെപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യം വരെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവോടെ മത്സരിച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അവിടെ വീണ്ടും ശക്തമായി ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമസ്കാരം. റിസാല അപ്ഡേറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. ബിഗ് ഫൈറ്റിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലമാണ്. ഒരുപക്ഷെ BJPക്ക് സംസ്ഥാനത്ത് ഏറ്റവും അധികം വിജയപ്രതീക്ഷ നൽകിയിട്ടുള്ള, അങ്ങനെ ഉള്ളപ്പോഴൊക്കെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുള്ള, ഇടതിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമെന്ന് പാലക്കാടിനെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാം. പാലക്കാടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ബിഗ് ഫൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ പാലക്കാട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ BJP ആണ് വലിയ ഫാക്ടർ. പലപ്പോഴും ചർച്ചയിൽ കടന്നു വരുന്നത് തന്നെ BJPയുടെ സ്വാധീനം, BJPയുടെ വിജയപ്രതീക്ഷ. സംസ്ഥാനത്ത് തന്നെ ഇപ്പം നരേന്ദ്രമോദി അടക്കം പാലക്കാട് പ്രചരണത്തിന് എത്തുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ BJPക്ക് അത്രയധികം പ്രതീക്ഷ കൊടുക്കുന്ന ഒരു മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിലാണ് പാലക്കാടിനെ പലപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യുക. എങ്കിലും ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുമ്പോഴും ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൃത്യമായിട്ട് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായിട്ട് പാലക്കാട് തുടരുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വലിയ പ്രൊഫൈലുള്ള സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ പോലും പാലക്കാട് കൃത്യമായിട്ട് UDFനോട് ഒപ്പം ഉറച്ചു നിന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലും ശ്രീധരനും തമ്മിലുള്ള മത്സരമാണ് അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു തീപാറുന്ന പോരാട്ടം പാലക്കാട് 2021 വലിയ തീപാറുന്ന പോരാട്ടം എന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാട്ടമായിരുന്നു. ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് ഞാനൊക്കെ ആ സമയത്ത് ആ മണ്ഡലത്തിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ കേരളത്തിൽ വലിയ ആകാംക്ഷ ഉണ്ടായിരുന്ന ഒരു പോരാട്ടം. ആ പോരാട്ടത്തിൽ പോലും വലിയ രീതിയിലുള്ള മുന്നേറ്റം, ഇപ്പോൾ വോട്ടെടുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ശ്രീധരൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഒരു ഘട്ടത്തിൽ ശ്രീധരൻ്റെ 10,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തെ കുറഞ്ഞ് പിന്നെ ഷാഫി പറമ്പിൽ 3,000-ഓളം ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു. വളരെ ഡ്രാമാറ്റിക്കായിട്ട് ഷാഫി പറമ്പിൽ ജയിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ UDFനോട് വലിയ ചായ്പ, അല്ലെങ്കിൽ BJP ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഉള്ള ഒരു മണ്ഡലമെന്ന് കൂടെ നമുക്ക് ആ ഒരു തരത്തിൽ ഈ മണ്ഡലത്തെ അനലൈസ് ചെയ്യുമ്പോൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ കാരണം ഞാൻ ആ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു ഷിഫ്റ്റ് അവിടെ നടന്നതായിട്ട് നമ്മളെല്ലാം പിൽക്കാലത്ത് എല്ലാവരും വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ രീതിയിലാണ് പാലക്കാടിനെ പൊതുവെ എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ പാലക്കാടിൻ്റെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഇറക്കി BJP പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയാണ്. സ്ഥാനാർത്ഥി പറഞ്ഞാൽ സുപരിചിതയായ ഒരു വ്യക്തിയാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. ശോഭാ സുരേന്ദ്രന് പാലക്കാടിനും ശോഭാ സുരേന്ദ്രനും നന്നായി അറിയാം. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ് BJP കരുതുന്നത്. ഇപ്പുറത്ത് കോൺഗ്രസ് ആകട്ടെ ഒരു സെലിബ്രിറ്റീനെ തന്നെ സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്നു. പിഷാരടി വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചാരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് NMR റസാഖ് എന്ന് പറയുന്ന നഗരത്തിലെ ഒരു പ്രധാന വ്യവസായിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനായി. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇടതുപക്ഷം നേരിട്ടിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്ന നല്ലൊരു സ്ഥാനാർത്ഥി കിട്ടാത്തതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു വ്യവസായ പ്രമുഖൻ എന്ന നിലയിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുപക്ഷത്തിനുമായി. വിജയപ്രതീക്ഷ സത്യത്തിൽ എങ്ങോട്ടായിരിക്കും പാലക്കാടൻ കാറ്റ് ഇക്കുറി? പാലക്കാടൻ കാറ്റ് എങ്ങോട്ടായിരിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ കാറ്റ് എങ്ങോട്ട് വീശുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അങ്ങനെ 4-5 മണ്ഡലങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിലൊന്ന് പാലക്കാട് തന്നെയാണ്. അവർക്ക് വോട്ട് പരമാവധി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയുമാണ് അവരോട് മത്സരിപ്പിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്ന് ഇത്തവണ ജയിച്ചു വരുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവരവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ മറുവശത്ത് നേരത്തെ പറഞ്ഞതുപോലെ 2011 ശേഷം LDFന് കൈവിട്ട ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ പാലക്കാട്. അവിടെ UDFും 16 മുതൽ UDFും ഈ പറയുന്ന BJPയും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇത്തവണയും അതിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് പാലക്കാട് നടക്കാൻ പോകുന്ന മത്സരം. അതിൽ ഒരു ത്രികോണ മത്സരം. NMR റസാഖ് സ്വാഭാവികമായിട്ടും LDFന് വോട്ട് ബേസുള്ള ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ 3-ാം സ്ഥാനത്തെ മറികടന്ന് 2-ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ഫലം കൂടി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ 2021 നടന്ന തിരഞ്ഞെടുപ്പും അതിനുശേഷം 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ കണക്കുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ആ നിലയിൽ ആണ് നമുക്ക് ഈ ബിഗ് ഫൈറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാട്ടം അവിടെ വരുന്നത്. ഈ നമ്മൾ ബി ജെ പിയെ കണക്ക് കൂട്ടുമ്പോൾ ബി ജെ പി അവിടെ പെട്ടെന്ന് കടന്നു വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ സാമൂഹികമായ സവിശേഷതകളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ ഈ പറയുന്ന ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തിന് വേരുകളുള്ള ഒരു പ്രദേശമായിരുന്നു പാലക്കാട് നമുക്ക് കാണാൻ കഴിയും. തെരഞ്ഞെടുപ്പുകളിൽ ആദ്യ തെരഞ്ഞെടുപ്പുകൾ മുതൽ തന്നെ ഒരു മൂന്നാം കക്ഷി പാലക്കാട് ഉണ്ടായിരുന്നു. അത് പാലക്കാട് മണ്ഡലത്തിൻ്റെ അവിടുത്തെ ജനവിഭാഗങ്ങളുടെ ഒരു സവിശേഷതയുമായി കൂടി ബന്ധപ്പെട്ടാണ്. മുഖ്യമായും പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലം സവർണ വിഭാഗങ്ങൾ വലിയ തോതിൽ ഉള്ളൊരു മണ്ഡലമാണ്. സവർണ ഹിന്ദു വിഭാഗങ്ങൾ, അതിൽ കൽപ്പാത്തി പോലുള്ള പ്രദേശങ്ങളിലെ ബ്രാഹ്മണ വിഭാഗങ്ങളുണ്ട്, വലിയ തോതിലുള്ള നായർ വിഭാഗങ്ങളുണ്ട്, മൂത്താൻ സമുദായത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിൽ ഹൈന്ദവ സവർണരും ഹൈന്ദവരുമായ ആളുകൾ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ബി ജെ പിയുടെ ഒരു ബേസ് എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതിനെ അവർ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പല കാലങ്ങളായി ശ്രമിച്ചിരുന്നു. 80-ൽ ബി ജെ പി ഉണ്ടായപ്പോഴും അതിനു മുമ്പ് ജനസംഘമായിരുന്നപ്പോഴും ഒക്കെ തന്നെ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ 2011 തെരഞ്ഞെടുപ്പിലാണെന്ന 6-ലെ തെരഞ്ഞെടുപ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവായിരുന്ന, അതുപോലെ തന്നെ ഒരു തവണ നേമത്ത് നിന്ന് വിജയിച്ച ഒ രാജഗോപാൽ, അദ്ദേഹത്തിൻ്റെ നാടും പാലക്കാടാണ്. അദ്ദേഹം 2006-ൽ അവിടെ മത്സരിച്ചപ്പോൾ വലിയൊരു വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. അന്ന് ജയിച്ചത് കെ ദിവാകരനായിരുന്നു. AV ഗോപിനാഥിനെ തോൽപ്പിച്ചാണ് അവിടെ ജയിച്ചു വന്നത്. 2001-ൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രമ രഘുനാഥിന് അവിടെ കിട്ടിയത് 12,159 വോട്ടായിരുന്നു. 10.96% വോട്ടാണ് അവരവിടെ നേടിയത്. പക്ഷേ 2006-ൽ രാജഗോപാൽ അവിടെ മത്സരിക്കുമ്പോൾ ഈ വോട്ടിൻ്റെ എണ്ണം 27,667 ഉയർന്നു. വോട്ട് ശതമാനം 24.85 അവിടെ ഉയർത്തി. ഒ രാജഗോപാലിൻ്റെ ബി ജെ പിയുടെ വോട്ട് വലിയ തോതിൽ ഉയർത്തിയത് ഈ 2006-ൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഈ 2006-ൽ പക്ഷേ കെ ദിവാകരനാണ് AV ഗോപിനാഥിനെ തോൽപ്പിച്ച് അവിടെ നിന്ന് MLA ആകുന്നത്. രാജഗോപാൽ സ്വാഭാവികമായിട്ടും 3-ാം സ്ഥാനത്തുമായിരുന്നു. ഇനി 2011-ലേക്ക് വരുമ്പോൾ LDFന് ഈ മണ്ഡലം കൈവിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് കെ ദിവാകരനെ ഷാഫി പറമ്പിൽ തോൽപ്പിക്കുകയാണ്. 2011 LDF 3-ാം സ്ഥാനത്തേക്ക്, അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്തേക്ക് പോകും. 2011-ൽ കെ ദിവാകരനെയാണ് തോൽപ്പിച്ചതെങ്കിലും 3-ാം സ്ഥാനത്ത് ബി ജെ പി വലിയ വോട്ടോടുകൂടി തുടരുകയാണ്. 23,317 വോട്ട് ശതമാനവും വോട്ടെണ്ണവും 5000 വോട്ടുകളും കുറച്ച് ശതമാനവും കുറഞ്ഞിട്ടെങ്കിൽ പോലും ബി ജെ പിക്ക് വലിയ കോട്ടമോട്ട് സംഭവിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം 2016-ലെ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് പൂർണ്ണമായും ഈ LDF അല്ലെങ്കിൽ CPM 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത്. 2016-ലെത്തുമ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ, ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുന്നത് 17,483 വോട്ടിനാണ്. ഇതിലൊരു വലിയ അട്ടിമറി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പാലക്കാടിനെക്കുറിച്ച് പറഞ്ഞ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അവിടെ ജയിച്ചവരിൽ ഭൂരിപക്ഷവും സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഈ പറയുന്ന ദീർഘകാലം CM സുന്ദരം എന്ന് പറയുന്ന PSPയുടെ നേതാവായിരുന്ന CM സുന്ദരം, സോഷ്യലിസ്റ്റൊക്കെ ആയിരുന്ന അദ്ദേഹം കുറേ കാലം സുന്ദരൻ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. കൽപ്പാത്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രദേശം. അദ്ദേഹം അവിടുന്ന് പലവട്ടം 77 മുതൽ 91 വരെ അദ്ദേഹം അവിടെ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ കെ ദിവാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. പിന്നീട് ജയിച്ച പലരും, കെ ശങ്കരനാരാണ്, നമ്മുടെ മന്ത്രിയൊക്കെ ആയിരുന്ന KPC പ്രസിഡൻ്റായിരുന്ന കെ ശങ്കരനാരാണ്. അങ്ങനെ പല ആളുകളും അവിടെ നിന്ന് ജയിച്ചത് മിക്കവാറും സവർണ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഇതിനൊരു അപവാദമായി മാറിയത് ഒരു തെരഞ്ഞെടുപ്പിൽ TK നൗഷാദ് എന്ന് പറഞ്ഞ CPMൻ്റെ ഒരു നേതാവ് അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. പിന്നീട് ഷാഫി ജയിക്കുമ്പോഴാണ് ഈ ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ഷാഫി തുടർച്ചയായി 2 തവണ ജയിച്ചപ്പോഴും അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അതങ്ങനെ തുടർന്ന് പോവുകയാണ്. എൻ്റെ പാലക്കാടിൻ്റെ ഒരു മതേതര സ്വഭാവം ഷാഫിയിലൂടെ വീണ്ടെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ബിനോയ് പറഞ്ഞ പോലെ 2021-ലെ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ആകാംക്ഷാപൂർവ്വം കണ്ടിരുന്നൊരു ആളുകളുണ്ടായിരുന്നു. കേരളം മുഴുവൻ ആകാംക്ഷയോടെ കണ്ടിരുന്നു. അന്ന് E. ശ്രീധരൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചത്. E. ശ്രീധരൻ അവിടെ ഇത്രയും ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്, 2-ാം സ്ഥാനത്ത് ഏതാണ്ട് 3800 ചില വോട്ടിന് മറ്റാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്, ഷാഫിയോട് പരാജയപ്പെടുന്നത്.
ആ നേട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞ ഒരു വലിയ വളർച്ചയുണ്ട് അവിടെ ഈ പാലക്കാട് മണ്ഡലത്തിൽ. അതിനോട് ചേർന്നുകൊണ്ട് ഈ ശ്രീധരൻ എന്ന വ്യക്തിക്ക് ലഭിച്ച സ്വീകാര്യത കൂടിയാണ് അന്ന് ഷാഫിയെ അല്ലെങ്കിൽ യു ഡി എഫിനെ വെള്ളം കുടിപ്പിക്കുന്ന സ്ഥലയിലേക്ക് ആ തെരഞ്ഞെടുപ്പ് മാറിയത്. പക്ഷേ വലിയ തോതിൽ വോട്ടുകൾ, മതേതരവാദികളോ ജനാധിപത്യവാദികളായ ആളുകൾ വോട്ട് ചെയ്തിട്ട് ആണ് ഷാഫിയെ വിജയിപ്പിച്ചത്. ഇത് പറയുമ്പോഴാണ് ഈ പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോഴാണ് ഇതിനോട് കൂടെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ടെന്ന്. അതായത് നമ്മൾ ഈ അപ്പർ കാസ്റ്റ് വോട്ടുകളുടെ സാന്നിധ്യം കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ജാതികളുടെ സംഘടിത സ്വഭാവമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പാലക്കാട്. ഇപ്പം മുത്താൻ സമുദായമായിക്കൊള്ളട്ടെ, നായർ വിഭാഗമായിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലുമൊക്കെ ജാതി വിഭാഗങ്ങളായിക്കൊള്ളട്ടെ, ഇവർക്കൊക്കെ ഒരു സംഘടിത സ്വഭാവം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ഇതിനൊരു സംഘടിത സ്വഭാവം കൈവരുന്നതായിട്ട് കാണാം. അത് പലപ്പോഴും ഈ വോട്ടിംഗ് രീതികളെ, പാറ്റേണിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട്, ശ്മശാന തർക്കത്തിൻ്റെ അതെ 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 വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മൂത്താൻ സമുദായത്തിൻ്റെ വോട്ട് ഏകദേശം എങ്ങോട്ട് പോകുമെന്ന് കൃത്യമായിട്ട് പാലക്കാട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കൊക്കെ ഏകദേശം ധാരണയുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നായർ വിഭാഗം എങ്ങനെയായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നത്, ഇലക്ഷന് മുമ്പൊക്കെ തന്നെ ഏകദേശം ധാരണ നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഒരു സംഘടിത ജാതി സ്വഭാവമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പാലക്കാട്. അപ്പോൾ ഈ പാലക്കാടിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഈ പല പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ ചില പ്രത്യേക ജാതികൾക്ക് അല്ലെങ്കിൽ മതങ്ങൾക്കൊക്കെ സ്വാധീനമുള്ള ഏരിയകൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് പാലക്കാടിനെ പലപ്പോഴും പലരും വിലയിരുത്തുക. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയൊരു ആരോപണം വരുന്നത് പാലക്കാടിനെക്കുറിച്ച്. CPM സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊക്കെ ആരോപണങ്ങൾ ഉയരുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ CPM കൊണ്ടുവന്ന് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി നിർത്തുന്നു എന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം VD സതീശൻ അടക്കമുള്ളവർ ആരോപിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ആ വിഷയത്തിൽ VD സതീശൻ്റെ ആരോപണം എത്രത്തോളം ജെന്യൂനാണെന്ന് നോക്കാം. അതിനൊപ്പം തന്നെ പാലക്കാട് സംഭവിക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജാതികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ മതങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള പോക്കറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെ കൊണ്ട് പ്രത്യേക ഒരു സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് നിർണ്ണയിക്കുന്നത് കൂടെ അയാളുടെ ഒരു മത സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ ഒരു ജാതി സ്വഭാവമൊക്കെ നിർണായകമാകുന്ന ഒരു സാഹചര്യം പാലക്കാടുണ്ട്. അപ്പോൾ പുതിയ സ്ഥാനാർത്ഥി വരുന്നു, ഒരു സ്ഥലത്ത് രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു, ഇപ്പുറത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ കൊണ്ടുവരുന്നു, മറുവശത്ത് പാലക്കാടത്തെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ട് NMR റസാഖ് അവതരിപ്പിക്കപ്പെടുന്നു. ഇത് CPM ചെയ്യുന്നത്, NMR റസാഖ് എന്ന് പറയുന്നത് ഷാഫിയുടെ പോക്കറ്റുകളിലൊക്കെ സുപരിചിതനായ ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് മുസ്ലിം വോട്ടുകളുടെ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അത് UDFിലേക്ക് വരേണ്ടിയിരുന്ന എന്ന് കണക്കാക്കപ്പെടുന്ന UDFകാരെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുമെന്ന് അവർക്ക് തന്നെ ആദ്യം അവരത് അങ്ങനെ പറയുന്നുണ്ട്. അവർ പറയുന്നത് പാലക്കാട് ഒരു വലിയ ചർച്ച BJPയുമായി CPM ഒരു ഡീലുണ്ട് നിലത്തിൽ ഒരു വലിയ വിവാദമായി മാറുന്ന CPM ഡീൽ പറയുന്നുണ്ട്. ഇവർ ഡീൽ പറയുന്നുണ്ട്. ഡീലാണ് പാലക്കാട് ഒരു ചർച്ച. ഡീൽ വലിയൊരു കാര്യം. ഈ ഒരു ഇതിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം NMR റസാഖ് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഈ 2016 NN കൃഷ്ണദാസ് തോറ്റതിന് ശേഷം പിന്നീട് ഈ CPM 3ാം സ്ഥാനത്താണ്. അവർക്ക് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അണിനിരത്താൻ CPMന് കഴിയാത്തൊരു ഗതികേടുണ്ട്. ആ ഗതികേടിനെ മറികടക്കാൻ ഒരു സമയത്ത് പ്രമോദ് എന്ന് പറയുന്ന ഒരു CPMൻ്റെ ഒരു യുവ നേതാവിനെ മത്സരിപ്പിച്ചു. അതുകൊണ്ട് ഗുണമുണ്ടായില്ല. പക്ഷേ പിന്നീട് അപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ഡോക്ടർ P സരീൻ എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്നുകൊണ്ട് CPMനെ അതിശക്തമായി എതിർത്ത ഒരാളെ കോൺഗ്രസുമായി തെറ്റുകയും അങ്ങനെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് മാറ്റുകയും ചെയ്തു. പക്ഷേ അതും കാര്യമായ ഗുണം ചെയ്തില്ല. എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തോതിൽ ഭൂരിപക്ഷം ഉയർത്താൻ കഴിഞ്ഞു. 18,000-ലധികം വോട്ടാക്കിയിട്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് പുതിയൊരു ആശയം എന്ന നിലയ്ക്ക് NMR റസാഖ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരു തരത്തിൽ ഇത്തരമൊരു ലക്ഷ്യമുണ്ട്. ഈ ഡീൽ ആരോപണം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതൊരു മുസ്ലിമിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാം. തീർച്ചയായിട്ടും മത്സരിക്കാം. പ്രത്യേകിച്ച് അങ്ങനെ മത്സരിപ്പോൾ ഷാഫി പറമ്പിൽ മുസ്ലിമായിട്ടാണ് അവിടെ മത്സരിച്ച് പലതവണ ജയിച്ചത്. അതൊന്നും ഒരു ആരോപണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ എന്നുള്ള ഈ ഡീൽ ആരോപണം ശരിയാണോ എന്നുള്ളത് ഭാവിയിൽ തെളിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഇങ്ങനെ CPMന് ഇങ്ങനെ ഒരു ഗതികേടുണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇത് മറ്റൊരു കാര്യം കൂടെ ഇതിന് പറഞ്ഞു പോകേണ്ടത്, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ
BJP സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറും സരിനും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 2000 ചില്ലാനം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. CPM ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. പല സ്ഥലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിഗണിക്കരുത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ജനവികാരത്തിൻ്റെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു സാധനമല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എടുത്തു വെച്ച് പറയുകയാണ് 6000 വോട്ടുകളുടെ വ്യത്യാസമാണ് ഇതിൽ കോൺഗ്രസുമായി ഉള്ളതെന്ന്, UDF ഉള്ളതെന്ന് CPM തന്നെ അവകാശപ്പെടുകയാണ്. അപ്പോൾ ഈ വോട്ടുകളുടെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നാണ് CPM സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ആ വ്യത്യാസത്തെ മറികടന്നാൽ ഈ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് CPM പറഞ്ഞു വെക്കുന്നത്. CPM എങ്കിലും വിശ്വസിക്കുന്ന ഒരു കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ആ ഒരു സാഹചര്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഡീൽ ആരോപണം ഒരു സ്ഥലത്ത് നിന്ന് CPM തന്നെ വിനയായി വട്ടത്തിൽ CPM ചുറ്റും നിൽക്കുന്നത്. ഈ രമേശ് പിഷാരടിക്കെതിരായ ഡീൽ ആരോപണത്തിൽ വേറൊരു സംഗതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് വേറൊന്നുമല്ല, കോൺഗ്രസ്സിന് അവിടെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് വേറൊന്നുമല്ല, വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ്സിന് പ്രതിസന്ധി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ, പരാതികൾ, കേസുകൾ, ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത്. അത് പാലക്കാട് കോൺഗ്രസ്സിനെ വലിയ പ്രതിസന്ധിയിൽ ചാടിച്ചിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയുന്നൊരു മണ്ഡലമാണ് പാലക്കാട്, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. പക്ഷേ ഒരു കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവ് അവിടെ മത്സരിച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അവിടെ വീണ്ടും ശക്തമായി ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ആരോപണത്തെ ഒരു തരത്തിൽ മറികടക്കാനുമാണ് രമേശ് പിഷാരടി. കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, കോൺഗ്രസിനോടൊപ്പം ഒരു വർഷങ്ങളായി 10 വർഷമായി കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്രയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്ത, കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ പ്രചാരണം, പല മണ്ഡലങ്ങളിൽ നടന്ന് പ്രചാരണം നടത്തിയ ഒരാൾ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരനല്ല, കേവലമായ തോമസ് ഐസക് പറഞ്ഞ പോലെ കോമാളിയാണെന്നൊന്നും പറഞ്ഞ് തള്ളാൻ പറ്റുന്ന ഒരാളല്ല. കോൺഗ്രസ്സുകാരനാണ്, സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്നറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, അതായത് ആ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള, സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയായിട്ടൊരു സ്ഥാനാർത്ഥിയെ BJP കൊണ്ടു നിർത്തിയ സമയത്ത് നമുക്ക് ഇപ്പോൾ CPMകാരെങ്കിലും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. CPM NMR റസാക്കിനെ നിർത്തിയത് അവരുടെ പാർട്ടിപരമായിട്ടില്ല, പക്ഷേ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് കുറച്ചുകൂടെ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ, അങ്ങീ പറഞ്ഞ പശ്ചാത്തലത്തിലായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക, കുറച്ചുകൂടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതായത് അത്ര കണ്ട് രാഷ്ട്രീയത്തിൽ സുപരിചിതനായ ഒരാൾക്ക് അല്ലാത്ത ഒരാൾക്ക് പകരം കുറച്ചുകൂടി സുപരിചിതനായിട്ടുള്ള, കുറച്ചുകൂടി ശക്തനായിട്ടുള്ള കോൺഗ്രസ്സിലെ തന്നെ ഒരു നല്ല നേതാവിനെ ഇവിടേക്ക് മത്സരിക്കാൻ കൊണ്ടുവരാമായിരുന്നില്ല എന്ന ചോദ്യം അങ്ങ് പറഞ്ഞ വാലിഡായ പോയിന്റാണ്. കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിക്കുന്ന ചില മറുപടികളുണ്ട്. ഒന്ന്, ഇന്നസെൻ്റ് എന്ന് പറയുന്ന സിനിമാ നടൻ ചാലക്കുടി പോലുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പശ്ചാത്തലവുമുള്ള ആളായിരുന്നില്ല. കൊമേഡിയൻ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ രമേശ് പിഷാരടിക്കെതിരെ പറയുന്ന കൊമേഡിയൻ എന്നുള്ളത് കുറച്ചുകൂടെ വലിയ രൂപത്തിൽ അവതരിപ്പിച്ച ഒരാളും മലയാളികളെ വളരെയധികം ചിരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. ഇനി മുകേഷ്, കൊല്ലത്ത് നിന്ന് 2 തവണ ജയിച്ച മുകേഷിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ ഭൂരിപക്ഷവും കോമഡി കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചത്, സീരിയസ് കഥാപാത്രങ്ങളും അവതരിപ്പിച്ചത്. നമ്മൾ അവരുടെ കഴിവുകളെ വിലയിരുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്, അവർക്ക് അത്തരം ഒരു മറുപടിയുണ്ട്. പക്ഷേ ഞാൻ ഈ രമേശ് പിഷാരടിയെ അവിടെ മത്സരിപ്പിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഈ സ്റ്റാർ പദവി കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവിടെ സാമുദായികമായ ചില കണക്കുകൂട്ടലുകൾ കൂടെ കോൺഗ്രസ്സിനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ അവിടുത്തെ സാമുദായികമായ ചില സമവാക്യങ്ങളെ കൂടി തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് രമേശ് പിഷാരടി അവിടെ മത്സരിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അസുഖകരമായ ഈ ചർച്ച ഒഴിവാക്കാൻ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിക്കുമെന്ന് കോൺഗ്രസ്സുകാർ കണക്കൂട്ടുന്നുണ്ട്. അതൊക്കെ ഗുണം ചെയ്യുമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം ഈ ചർച്ചകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സജീവമായി പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ എന്നെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനെതിരെയും പലതരത്തിലുള്ള എതിർപ്പുകൾ BJPക്ക് അകത്ത് തന്നെയുണ്ട്. അല്ല, പാർട്ടിക്കുള്ളിൽ അത് പറഞ്ഞു പോകാം നമുക്കപ്പോൾ. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കടന്നു വരുമ്പോൾ, ശോഭാ സുരേന്ദ്രൻ പാലക്കാടിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്ടെന്ന് വന്നൊരു സ്ഥാനാർത്ഥിയൊന്നുമല്ല, കുറച്ച് കാലങ്ങളായിട്ട് പാലക്കാടിന് സുപരിചിതമായിരുന്നു. ഈ പാലക്കാട് BJPയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് BJPയിൽ പലതരം വിഭാഗങ്ങൾ ലൈവായിട്ട് നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു അധികാരം കിട്ടുന്ന സ്ഥലത്തെല്ലാം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. പലതരം വിഭാഗങ്ങൾ അല്ലെങ്കിൽ പല വിഭാഗങ്ങൾ ലൈവായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു സാഹചര്യമാണ് BJPയിലുള്ളത്. വലിയ അധികാര തർക്കമുള്ളതാണ്. അപ്പോൾ ഈ മൂത്തോൻ ഇളയോൻ തർക്കം എന്ന് പറയുന്ന പോലെ പലതരത്തിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റിസം അതിൻ്റെ ഒരു വിഭാഗം ഉണ്ടാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ തന്നെ പല നേതാക്കളുടെ കീഴിൽ പല വിഭാഗങ്ങളായിട്ട് സംഘടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാം.
പലപ്പോഴും ഇത്തരത്തിലെ നഗരസഭയിലൊക്കെ ഈ തർക്കം അങ്ങ് രൂക്ഷമായിട്ട് RSSന് ഇടപെടേണ്ട സാഹചര്യം വരെ പലപ്പോഴും വന്നിട്ടുണ്ട്. RSS ഇടപെട്ടിട്ട് ഫലം കാണാത്ത പലപ്പോഴും പല ആളുകളെ രാജിവെപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യം വരെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രമെന്ന് പറയുന്ന അവിടെയാണ്. എനിക്ക് തോന്നുന്നു ഇതോടൊപ്പം നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പാലക്കാട് നഗരസഭയും 3 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് പാലക്കാട് മണ്ഡലം. അപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കണക്കുകളോട് നോക്കിയാൽ പാലക്കാട് നഗരസഭ 2 തവണയായി BJP ആണ് ഭരിക്കുന്നത്. അതെ, BJP ആണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ 2025 2020 ക്ലിയറായ മെജോറിറ്റി BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2025 പാലക്കാട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 25 സ്ഥാനങ്ങളാണ് കൗൺസിലർമാരാണ് അവർക്കുള്ളത്. പക്ഷേ LDFനും UDFനും ചേർന്നാൽ അത്രയും തന്നെ കൗൺസിലർമാരുണ്ട്. എന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരസഭയിൽ BJPയുടെ ബലം കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായും അവർ ഭരിക്കുമ്പോഴും അവരുടെ ബലം കുറഞ്ഞു, അവരുടെ എണ്ണം കുറഞ്ഞു. അത് മാത്രമല്ല, ഈ പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വാർത്തയായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പാലക്കാട് നഗരസഭയിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പല വാർഡുകളും കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു, അവർക്ക് നഷ്ടപ്പെട്ടു. UDF സ്ഥാനാർത്ഥികൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അത് വലിയ ഗൗരവത്തോടെ. കാരണം സാധാരണ BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ BJPയിൽ നിന്നൊരു വാർഡ് തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് മറ്റ് പാർട്ടികൾക്ക്. ഇവിടെ നേരെ തിരിച്ച് ഒരു റിവേഴ്സ് ഫിനോമിനൻ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ മറ്റ് പഞ്ചായത്തുകളുടെ കൂടെ ഞാനൊരു സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. അതായത് കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ 12 സീറ്റുകളാണ് LDFനുള്ളത്. LDFിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഒരു പഞ്ചായത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. UDFന് 5 സീറ്റാണ്. NDAക്ക് അവിടെ കാര്യമായ സീറ്റുകളൊന്നുമില്ല, 0 സീറ്റ്, 0. പിരായിരി പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ പിരായിരിയാണ് പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിസീവായ ഫാക്ടറായിട്ട് വരാറ്. പലപ്പോഴും അവസാനം എണ്ണപ്പെടുന്ന ഒരു പഞ്ചായത്ത്. അവിടെ എണ്ണുമ്പോഴാണ് പാലക്കാടിൽ ആര് ജയിക്കും, എങ്ങനെയൊക്കെ സംഭവിക്കും, ഈ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും വോട്ടെണ്ണലിലും അതുണ്ടായിരുന്നതാണ് നാടകീയമായി. ഈ പിരായിരിയിൽ ഇപ്പോഴുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് LDFന് 8 സീറ്റാണുള്ളത്, UDFന് 11 സീറ്റുണ്ട്, ഭരിക്കുന്നത്. അതെ, NDAക്ക് BJPക്ക് അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികൾക്ക് 4 സീറ്റുകൾ ആ പഞ്ചായത്തിലുണ്ട്. മാത്തൂരിലേക്ക് വരികയാണെങ്കിൽ LDFന് 8 സീറ്റുണ്ട്, UDFനും 8 സീറ്റുണ്ട്, NDAക്ക് 2 സീറ്റുമുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് കാണാവുന്നത് നഗരസഭയ്ക്ക് പുറത്തേക്ക് BJPക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമില്ല. ഇല്ല. എങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ BJPയും UDFും തമ്മിലുള്ള നേരിട്ടുള്ളൊരു മത്സരമാണ് അവിടെ നടന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠന് 9707 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ കിട്ടിയത്. C കൃഷ്ണകുമാറായിരുന്നു അവിടെ എതിർ സ്ഥാനാർത്ഥി. പക്ഷേ A വിജയരാഘവൻ, CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെയായ A വിജയരാഘവനാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹത്തിന് 3ാം സ്ഥാനത്തായിരുന്നു. ഇനി അവരുടെ വോട്ട് പരിശോധിച്ചാൽ VK ശ്രീകണ്ഠന് 52,779 വോട്ടും C കൃഷ്ണകുമാറിന് 43,072 വോട്ടും A വിജയരാഘവന് 34,640 വോട്ടുമാണ് ലഭിച്ചത്. CPM സ്ഥാനാർത്ഥി വളരെയധികം പിന്നിലേക്ക് പോവുകയാണ്, വിജയരാഘവൻ പിന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ആ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും BJPക്ക് കാര്യമായൊരു എഡ്ജില്ല, മറിച്ച് UDFനാണ് ഒരു എഡ്ജ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് 12,000-ഓളം വോട്ടിൻ്റെ മാറ്റമാണ് അല്ലേ? 9,777 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെയുണ്ട്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും UDFനാണ് തന്നെയാണ് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ പോലെ വോട്ട് ഷെയറിൽ ഒരു മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് UDFന് തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്തവണ പാലക്കാട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ശോഭാ സുരേന്ദ്രനെ പോലെ അവർക്ക് ഏറ്റവും വോട്ട് പിടിക്കാൻ കഴിയുന്ന ശേഷിയുള്ളൊരു കാൻഡിഡേറ്റ് തന്നെയാണ് അവിടെ മത്സരിക്കുന്നതെന്ന് നമ്മൾ ഈ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്ന കാര്യം അതാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വിജയം സുനിശ്ചിതമായേനെ. പാർട്ടിയിലെ വോട്ടുകളും കൃത്യമായിട്ട് അവരുടെ പോക്കറ്റുകളിലെ വോട്ടുകളും അനുകൂലമാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലത്തുമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മുറുമുറുപ്പുകളും ശബ്ദങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിയുടെ മുഴുവൻ വോട്ടും ശോഭാ സുരേന്ദ്രന് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കുറഞ്ഞത് മാധ്യമപ്രവർത്തകർക്കെങ്കിലും ഒരു തീർപ്പ് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ ഈ തെരഞ്ഞെടുപ്പിലുള്ളൊരു പ്രശ്നം നമ്മൾ മാധ്യമപ്രവർത്തകരുടെ വിലയിരുത്തൽ ചിലപ്പോൾ പാളിപ്പോകാറുണ്ട്. ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഈ പാലക്കാട് നടക്കുന്ന പോലെ ഒരു ജീവൻ മരണ സമരമാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് പറയാം. അത് RSS എന്ന് പറയുന്ന സംഘടനയാണ് BJP നിയന്ത്രിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ RSSൻ്റെ നിയന്ത്രണമുണ്ട്. അവിടെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പുകളുമൊക്കെ പ്രകടമായെങ്കിലും ഇത് പാലക്കാട് ജയിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പോൾ നേതാക്കന്മാരുടെ തമ്മിൽ തല്ലും അടികളുമൊക്കെ ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് അപ്പോൾ കോൺഗ്രസ്സിലും ഉണ്ടല്ലോ ഈ പിഷാരടി രമേശ് പിഷാരടി അവിടെ വന്നതിന് എതിർപ്പ് വലിയ രീതിയിൽ കോൺഗ്രസ് ഈ ഇയാൾ NMR റസാക്ക് വന്നതിനുള്ള ചെറിയ അമർഷങ്ങൾ CPM-ലുമുണ്ട്. ഒരു ഹോട്ടൽ വ്യവസായി എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയ മത്സരമല്ലേ, രമേശ് പിഷാരടിയെക്കുറിച്ച് പറഞ്ഞ പോലെ രാഷ്ട്രീയ മത്സരമല്ലേ അവിടെ വേണ്ടതെന്നുള്ള ചോദ്യം അവിടെയും ഉയരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ഇത്തരം എതിർപ്പുകളെയൊക്കെ RSSന് ഒരുപക്ഷെ മറികടക്കാൻ കഴിഞ്ഞേക്കാം, അവർക്ക് പലപ്പോഴും കഴിഞ്ഞേക്കാം. പക്ഷേ ജയസാധ്യതയുണ്ടോ എന്നുള്ള പ്രശ്നം വന്നാൽ ഈ എതിർപ്പുകളെക്കാളും കൂടുതൽ ശോഭാ സുരേന്ദ്രന് എത്രമാത്രം വിജയിക്കാവുന്ന തരത്തിൽ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് ശേഷിയുണ്ട്, പക്ഷേ ഈ പറയുന്ന പലതരം സമവാക്യങ്ങളെ മറികടന്നുകൊണ്ട് BJPക്ക് ജയത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിലയിൽ രമേശ് പിഷാരടി നേരത്തെ ശ്രീധരൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസിൻ്റെ ഒരു ബേസ് വോട്ടുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങളെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു പരിധിവരെ അതിനെ മറികടക്കാനും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഈ പറയുന്ന സിനിമ ഡയലോഗുകളും ആ ബന്ധങ്ങളുമൊക്കെ വെച്ചിട്ട് വേറൊരു തരത്തിലുള്ളൊരു പ്രചാരണമാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പലതരം ബന്ധങ്ങൾ, അദ്ദേഹം പാലക്കാട് ജനിച്ച ഒരാളാണ്, വളർന്നത് വേറെ എവിടേക്കാണ്. അപ്പോൾ അത്തരം ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ സാമുദായികമായ പിൻബലങ്ങളുമൊക്കെ തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ സഹായിക്കുമെന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. എന്തായാലും ആ കാര്യത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് നമുക്ക് ബോധ്യപ്പെടും. പാലക്കാട് പ്രത്യേകിച്ചും ഇപ്പോൾ പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDFും NDAയും തമ്മിലാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് എങ്ങനെയായിരിക്കും വിധി നിർണ്ണയിക്കുക എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് എടുത്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ജനവിധി എന്ന് പറയുന്നത് വലിയ ഡ്രമാറ്റിക്കാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ ഇക്കുറിയും പാലക്കാട് തീപാറുന്ന, അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാം തീപാറുന്ന ഒരു മത്സരമാണ് പാലക്കാട് നടക്കുക. ശക്തിയായ സ്ഥാനാർത്ഥിയാണ് BJP രംഗത്തിറക്കുന്നത്. അതുപോലെ തന്നെ ആ സ്ഥാനാർത്ഥിയെ കൃത്യമായി ടാക്കിൾ ചെയ്യുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രമേശ് പിഷാരടി എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയുമായിട്ട് NMR റസാക്കും കളത്തിലിറങ്ങുകയാണ്. ആർക്കൊപ്പം മണ്ഡലം നിൽക്കുമെന്ന് ജനങ്ങൾ തന്നെയാണ് വിധി എഴുതേണ്ടത്. ഒരുപക്ഷെ ആ വിധി വലിയ കൗതുകമുണ്ടാക്കുന്ന, കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധിയായി മാറും. മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.